യാത്രക്കാരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്നും രാത്രി 8 മണിക്ക് വാഗമൺ വഴി കോട്ടയത്തേക്ക് പുതിയ സർവീസ് ആരംഭിച്ചു. മേഖലയിലെ ആളുകളുടെ രാത്രികാല യാത്രാ ദുരിതം മനസ്സിലാക്കിയാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കട്ടപ്പനയിൽ നിന്ന് രാത്രി 8-ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്ന KSRTC ബസ് ഓട്ടം നിർത്തിയതോടെയാണ് വാഗമണിൽ നിന്ന് രാത്രി വൈകി മടങ്ങുന്ന സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വാഹനമില്ലാതെ വന്നത്. തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് 4 മാസം മുമ്പാണ് ഓട്ടം നിർത്തിയത്. കളക്ഷൻ കുറവാണെന്ന കാരണമാണ് സർവീസ് നിർത്താൻ കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. രാത്രി 9:50-ന് വാഗമണിലെത്തുന്ന ബസ് 10 മിനിറ്റിന് ശേഷം 10 മണിക്കാണ് വാഗമണിൽ നിന്നും രാത്രി പുറപ്പെട്ടിരുന്നത്. രാത്രി വൈകി വാഗമണിൽ നിന്ന് പോകുന്നവർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഈ സർവീസ്. ഓട്ടം നിർത്തിയതോടെ രാത്രിയിൽ അമിത കൂലി നൽകി ടാക്സി വിളിക്കേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാർ. യാത്രക്കാരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്നും രാത്രി 8 മണിക്കാണ് വാഗമൺ വഴി കോട്ടയത്തേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാത്രി 8 മണിക്ക് പുതിയൊരു സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഏലപ്പാറ, വാഗമൺ, ഇരാറ്റുപേട്ട വഴി ബസ്സില്ല എന്നുള്ളതിന്റെ അറിയിച്ചിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് KSRTC കട്ടപ്പന പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ സർവീസ് തദ്ദേശവാസികൾക്ക് വളരെ പ്രയോജനപരമാകും എന്നുള്ളത് 100% ശരിയാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ ഇത് പരിഗണിക്കുകയും KSRTCയെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ സർവീസ് ഏറ്റവും ഗുണകരമാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ പറ്റും. കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് ഓട്ടം തുടങ്ങുന്ന പുതിയ ബസ് രാത്രി 8-ന് കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് 9:45-ന് വാഗമണിലെത്തും. 10:45-ന് ബസ് ഈരാട്ടുപേട്ടയിലെത്തും. 12-ന് കോട്ടയത്തെത്തും. KSRTCയുടെ പുതിയ ബസ് സർവീസ് മേഖലയിലെ ആളുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.